വിജിൻ ചേരുന്നു. വിജിൻ, മുഖ്യമന്ത്രി ഒരു മണിക്കൂറോളം മാധ്യമങ്ങളോട് സംസാരിച്ചു. വയനാടിന്റെ കാര്യത്തിലെ കേന്ദ്ര നിലപാടിനെതിരെ നാടൊറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വിഴിഞ്ഞമടക്കമുള്ള വിഷയങ്ങളും മുഖ്യമന്ത്രി പറഞ്ഞു. വിശദാംശങ്ങൾ. നമ്മെ എന്തായാലും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് നിലവിൽ കൃത്യമായ കണക്കുകൾ സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട്. അമിത്ഷാ പാർലമെന്റിലും ഒപ്പം തന്നെ എംപിമാർക്കും നൽകിയ മറുപടി അത് വസ്തുതാവിരുദ്ധമാണ്. കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് അമിത്ഷായുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കൃത്യമായി ആഗസ്റ്റ് 17-ാം തീയതി തന്നെ ആദ്യഘട്ട കണക്കുകളും പിന്നീട് മറ്റ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഒക്കെ ശേഖരിച്ച് അതിന് ആവശ്യമായ സമയമെടുത്തുള്ള നിവേദനം വീണ്ടും നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം കോടതിയിൽ സർക്കാർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കോടതി കണക്കുകൾ നൽകിയില്ലോ എന്ന് ചോദിച്ചത് അത് ഈ സംസ്ഥാനത്തിന്റെ SDRF-ൽ നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉപയോഗിച്ച തുകയുടെ കണക്കാണ് ചോദിച്ചത്. പെട്ടെന്ന് ഒരു ജഡ്ജി അക്കാര്യം ചോദിച്ചപ്പോൾ അത് തയ്യാറാക്കി നൽകാൻ കുറച്ച് സമയം വേണം എന്ന കാര്യമാണ് അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. ആ കണക്ക് ചൊവ്വാഴ്ച നൽകാം എന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് പുറകെ പോകേണ്ട കാര്യം ഇല്ല എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്തായാലും കേന്ദ്ര സർക്കാർ നിലവിൽ ആദ്യഘട്ടം മുതൽ തന്നെ സ്വീകരിച്ച നിലപാട് സംസ്ഥാനത്തിന് എതിരാണ്. സംസ്ഥാനത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലാണ് അമിത്ഷാ ഈ ദുരന്തമുണ്ടായ അന്ന് തന്നെ അതിന് പിറ്റേന്ന് പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന അതിന് സമാനമായ രീതിയിലാണ്. അന്ന് നേരത്തെ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും അത് അവഗണിച്ചതാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നുമാണ് അമിത്ഷാ പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ കൃത്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അത് തെറ്റായ പ്രസ്താവനയാണ് എന്ന കാര്യം വ്യക്തമായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇപ്പോൾ വീണ്ടും വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഈ അമിത്ഷായുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്തായാലും സംസ്ഥാന ബി ജെ പി നടത്തുന്നത് കേരളത്തോടുള്ള കൃത്യമായ അവഗണനയാണ് എന്ന കാര്യവും കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ തന്നെ കേരളത്തിനായി ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് കേരള വിരുദ്ധ പ്രചാരണമാണ് നിലവിൽ നടത്തുന്നതെന്നും വി മുരളീധരനുള്ള മറുപടിയായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ശ്രമങ്ങളും തുടരുമെന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കാരണം ഇത് ഒറ്റക്കെട്ടായി നിന്ന് സമ്മർദ്ദം ചെലുത്തി സർക്കാരിൽ നിന്ന് പണം സഹായം വാങ്ങിയെടുക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ UDF എംപിമാർ കൂടി LDF എംപിമാർക്കൊപ്പം നിവേദനം നൽകാൻ തയ്യാറായത് സ്വാഗതം ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ BJPയുടെ നിലപാട് അതല്ല. വീണ്ടും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒന്നും തന്നില്ല എന്നതുകൊണ്ട് വീണ്ടും വീണ്ടും ചോദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട സംസ്ഥാനത്തിന് ലഭിക്കേണ്ട തുകയാണ്. മറ്റ് പല സംസ്ഥാനങ്ങൾക്കും ഇത്തരത്തിൽ നിവേദനം പോലും നൽകാതെ കണക്കുകൾ പോലും നൽകാതെ പണം അനുവദിച്ച സാഹചര്യം ഉണ്ട് എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇത്രയും കാലമായി വീണ്ടും വീണ്ടും നിവേദനം നൽകുകയും പ്രധാനമന്ത്രി തന്നെ സ്ഥലം സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടും പക്ഷേ കേരളത്തിന് മാത്രം പണം നൽകുന്നില്ല എന്ന കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. എന്തായാലും നിലവിലെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കാൻ തന്നെയാണ് തീരുമാനം എന്ന കാര്യവും മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ നിലവിൽ ഈ കൊച്ചി സ്മാർട്ട് സിറ്റി കരാറുമായി ബന്ധപ്പെട്ട് ടീകോമിനെ ഒഴിവാക്കാനുള്ള തീരുമാനം അത് കൃത്യമായി കരാറിന്റെ ലംഘനം ഉണ്ടായതിനു ശേഷം കൃത്യമായ ഒരു സമിതിയെ വെച്ച് അതിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമിതി നൽകിയ റിപ്പോർട്ടും ഒപ്പം തന്നെ നിയമോപദേശവും ഒക്കെ പരിഗണിച്ചാണ് ഇത്തരത്തിൽ ടീകോമിനെ ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നു എന്നുള്ളത് അത് തെറ്റായ കാര്യമാണ്. ഓഹരിക്കുള്ള വില മാത്രമാണ് നിലവിൽ നൽകുന്നത് എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ സ്ഥലം മറ്റ് സ്വകാര്യ മുതലാളിമാർക്കും ഒപ്പം തന്നെ ാൻ സാഹചര്യമൊരുക്കും എന്ന വിമർശനത്തിനുള്ള മറുപടിയും മുഖ്യമന്ത്രി നൽകി. സർക്കാരിന്റെ പൂർണ്ണമായ അധീനതയിൽ സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കും ആ ഭൂമി ഉണ്ടാവുക. കൂടുതൽ IT സംരംഭകർ ഉൾപ്പെടെ കേരളത്തിൽ സംരംഭങ്ങൾ തുടങ്ങാൻ തയ്യാറായി വരുന്നുണ്ട്. പക്ഷേ ചില സ്ഥലപരിമിതികളാണ് പ്രശ്നമുണ്ടാക്കിയിരുന്നത്. ഈ സ്ഥലം എത്രയും പെട്ടെന്ന് സർക്കാർ ഏറ്റെടുത്ത് അതിനുള്ള സൗകര്യമൊരുക്കാൻ കഴിയുമെന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. ഒരു കാരണവശാലും ഈ സ്ഥലം മറ്റൊരു സ്വകാര്യ കമ്പനിക്കോ വ്യക്തിക്കോ പോകില്ല എന്ന കാര്യം മുഖ്യമന്ത്രി ഉറപ്പു നൽകുകയും ചെയ്യുന്നു. വിജിന്, ഈ BJP നേതാക്കൾ നിരന്തരമായി പറയുന്നതാണ് ഈ SDRF-ലെ ഫണ്ട് എടുത്ത് എന്തുകൊണ്ട് വയനാട്ടിൽ ചെലവഴിച്ചുകൂടാ എന്നുള്ളത്. ആ കാര്യത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതായത് ഈ SDRF-ന്റെ നിയമങ്ങൾ ഒരിക്കലും വയനാടിന് കാര്യമായി ഗുണം ചെയ്യുന്ന വകുപ്പുകളല്ല, നിയമങ്ങളല്ല എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വിശദീകരിച്ചില്ലേ?
ഷമി, SDRF കേരളത്തിൽ മുഴുവനുള്ള ചെറിയ ചെറിയ ദുരന്തങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഫണ്ടാണ്. അത് നിലവിൽ ആ ഫണ്ടിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തുക മാനദണ്ഡ പ്രകാരം നിലവിൽ തന്നെ വയനാട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞു എന്ന കണക്കുകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ്. എന്തായാലും അത്തരത്തിൽ BJP നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ അത് തെറ്റിദ്ധാരണ ജനകമാണ് എന്ന കാര്യം മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിൽ SDRF നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന പണത്തിന്റെ കണക്കുകൾ കൂടി മുഖ്യമന്ത്രി ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഈ പ്രത്യേകമായ ഒരു പാക്കേജ് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ വലിയ തരത്തിലുള്ള ഒരു പുനരധിവാസം ഉൾപ്പെടെ നടപ്പിലാക്കാൻ കഴിയൂ എന്ന കാര്യമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. കാരണം SDRFന്റെ മാനദണ്ഡങ്ങൾ മാത്രം പാലിച്ചു കഴിഞ്ഞാൽ ഒരു വളരെ ചുരുക്കം തുക മാത്രമാണ് ഇതിന് ഉപയോഗിക്കാൻ കഴിയുക. പക്ഷേ പ്രത്യേക പാക്കേജോ അല്ലെങ്കിൽ L3 വിഭാഗത്തിൽ പെടുത്തുകയോ ഒക്കെ ചെയ്താലാണ് കൂടുതൽ വിശദമായ രീതിയിൽ സംസ്ഥാനം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നിലവിലെ പുനരധിവാസം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുക. സംസ്ഥാനം ഇപ്പോൾ നിലവിൽ ഉദ്ദേശിക്കുന്നത് ഒരു ടൗൺഷിപ്പ് മോഡലിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർണ്ണമാക്കാനാണ്. അതിനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ തീർച്ചയായും പാലിച്ചാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. കേന്ദ്രത്തിൽ അമിത്ഷാ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, കേരളത്തിൽ BJP ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.